Class 10 Kerala First chapter Arithmetic Sequences page number 15. Question number 1. Write the algebraic expression for each of the sequence below. First question, sequence of odd numbers. Odd numbers 1, 3, 5, 7, 9 ആണ്. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ nth ടേം എഴുതാമെന്നാണ്. nth ടേം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1, n മൈനസ് 1, ഡി എന്ന് ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ ഡി 2 ആണ്. ഡി കാണാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അപ്പോൾ ഡി കിട്ടും. അപ്പോൾ ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ nth ടേം 2n മൈനസ് 1 ആണ്. അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ആൻഡ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം, അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. വിച്ച് ലീവ് റിമൈൻഡർ 1, റിമൈൻഡർ 1 ആയിരിക്കണം. ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഇതിനകത്ത് 3 ഇൻറ്റു ഫസ്റ്റ്, ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 3 ഇൻറ്റു 0 റിമൈൻഡർ 1 അല്ലേ, അപ്പോൾ അതുകൊണ്ട് 1 ആണ് പ്ലസ് ചെയ്യേണ്ടത്. ആദ്യം 3 ഇൻറ്റു 0 പ്ലസ് 1, 3 ഇൻറ്റു 1 പ്ലസ് 1, 3 ഇൻറ്റു 2 പ്ലസ് 1, 3 ഇൻറ്റു 3 പ്ലസ് 1, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ nth ടേം ഡി എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് 1 ആണ്. nth ടേം എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അപ്പോൾ 1 പ്ലസ് 3n മൈനസ് 3, ആൻസർ 3n മൈനസ് 2. മൂന്നാമത്തെ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ എൻഡ് ചെയ്യുന്നത് 1, 11, 21, 31, 41 അങ്ങനെ പോകും. എ എന്ന് പറയുന്നത് 1 ആണ്, ഡി 10 ആണ്, കോമൺ ഡിഫറൻസ് 10 ആണ്. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ വരുമ്പോൾ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അപ്പോൾ 10n മൈനസ് 9 ആണ് ആൻസർ. അടുത്തത് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഓർ 6. 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 1, 6, 11, 16, 21, 26, 31, 36 അങ്ങനെ. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എ എന്ന് പറയുന്നത് 1, n മൈനസ് 1 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 1 പ്ലസ് 5n മൈനസ് 5 ഈക്വൽസ് 5n മൈനസ് 4. Second question, for the sequence of regular polygons starting with an equilateral triangle, write the algebraic expression for the sequence of the sums of inner angles, the sum of outer angles, the measures of an inner angle and the measure of an outer angle. Answer, സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്കറിയാം, നേരത്തെ ചെയ്തിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾ കാണാനുള്ള വാക്യമാണ് n മൈനസ് 2 ഇൻറ്റു 180. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ 3 സൈഡ് ഈക്വൽ ആയിരിക്കും. n എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 2 1, 1 ഇൻറ്റു 180 180. സ്ക്വയറിന് 4 സൈഡാണ്, ഈക്വൽ സൈഡ്സ്. അപ്പോൾ n മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 ഇൻറ്റു 180 360. ഇപ്പോൾ പെൻറ്റഗൺ, റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള 5 സൈഡുള്ള, അതാണ് 5 സൈഡ്സാണ് പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 മൈനസ് 2 ഇൻറ്റു 180, 3 ഇൻറ്റു 180 540. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ a plus n minus 1 into d.
180 പ്ലസ് ഇവിടെ ഡി 180 ആണ്. 180 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 180 ആൻസർ 180n. 180n ആണ് വരുന്നത്. അടുത്തത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. സീക്വൻസ് എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും 360 ആയിരിക്കും. ഏത് ഷേപ്പ് ആണെങ്കിലും, ട്രയാങ്കിൾ ആണെങ്കിലും, സ്ക്വയർ ആണെങ്കിലും, പെൻറ്റഗൺ ആണെങ്കിലും, ഹെക്സഗൺ ആണെങ്കിലും എല്ലാം എക്സ്റ്റീരിയർ ആംഗിൾ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360 ആയിരിക്കും റെഗുലർ പോളിഗൺ ആണെങ്കിൽ. അപ്പോൾ 360 ആണ് സീക്വൻസ്. 360 എന്ന് തന്നെയുള്ളൂ. എ എന്ന് പറഞ്ഞാൽ 360 ആണ്. ഫസ്റ്റ് ടേം 360. ഇവിടെ കോമൺ ഡിഫറൻസ് 0 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 360 എന്നാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. എല്ലാവർക്കും സംശയമുണ്ട് ഇതിൽ n വേണ്ടേ അപ്പോൾ n വേണ്ട. ഈ ഒരു സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസിൽ 360 എന്ന് മാത്രമേ ഉള്ളൂ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അടുത്തത് മെഷേഴ്സ് ഓഫ് ആൻ ഇൻറ്റീരിയർ ആംഗിൾ. ഇൻറ്റീരിയർ ആംഗിൾ വരുന്നത് n-2 ഇൻറ്റു 180 ആണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ 180, 360, 540, 720 അങ്ങനെ. അപ്പോൾ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. ന്യൂമറേറ്റർ മാത്രം ശ്രദ്ധിക്കുക. 1 ഇൻറ്റു 180, 2 ഇൻറ്റു 180, 3 ഇൻറ്റു 180, 4 ഇൻറ്റു 180. ലാസ്റ്റ് nth ടേം വരുമ്പോൾ nth ടേമിൻ്റെ ന്യൂമറേറ്റർ n ഇൻറ്റു 180. ഡിനോമിനേറ്റർ വരുമ്പോൾ 3, 4, 5, 6. ലാസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ 1 പ്ലസ് 2 ആണ്. 1 പ്ലസ് 2, ഇവിടെ 2 പ്ലസ് 2, 3 പ്ലസ് 2, 4 പ്ലസ് 2. ലാസ്റ്റ് വരുമ്പോൾ n പ്ലസ് 2 nth ടേമിൽ. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 180n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. മെഷേഴ്സ് ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. മെഷർ ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 മൈനസ് 1 ഇൻറ്റീരിയർ ആംഗിളാണ്. ഇപ്പോൾ ലീനിയർ പെയർ വരാണെങ്കിൽ 180 മൈനസ് 2 ആംഗിൾ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻറ്റീരിയർ ആംഗിൾ പോയാലാണ് നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ 180 മൈനസ് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 180 മൈനസ് 1 ഇൻറ്റീരിയർ ആംഗിൾ. 1 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ നേരത്തെ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ വന്നേക്കുന്നത് 180n ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 180 മൈനസ് 180n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. 180 ബൈ 1 മൈനസ് 180n ബൈ n പ്ലസ് 2 ഈക്വൽസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ LCM n പ്ലസ് 2 എടുക്കുക. അപ്പോൾ നമുക്ക് 360 ഡിവൈഡഡ് ബൈ n പ്ലസ് 2 എന്ന് കിട്ടും. അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 360. ഇവിടെ 180 ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ആണ്. അപ്പോൾ 180n പ്ലസ് 360. ഇവിടെ മൈനസ് 180n ഉണ്ട്. ഡിവൈഡഡ് ബൈ n പ്ലസ് 2 വരുമ്പോൾ 360 ബൈ n പ്ലസ് 2 എന്നായിരിക്കും ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ വരുന്നത്. സം ഓഫ് 1 എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. The first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of the first picture. The third picture shows the same thing done on the second. Thirdly, first question. How many red triangles are there in each picture? ആദ്യത്തെ പിക്ചറിൽ 3 റെഡ് ട്രയാങ്കിൾസ് ആണ്. രണ്ടാമത്തേൽ 3, ആദ്യത്തേൽ 3, രണ്ടാമത്തേൽ 9, മൂന്നാമത്തേൽ 27. Second question. Taking the area of the original uncut triangle as 1.
compute the area of a small triangle in each picture. ഇതിൽ ഏരിയ ഓഫ് ഒറിജിനൽ ട്രയാങ്കിൾ, അതായത് കട്ട് ചെയ്യാണ്ട് ഒരു ട്രയാങ്കിൾ മൊത്തം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ പറഞ്ഞേക്കുന്നത് 1 സ്ക്വയർ യൂണിറ്റാണ്. അപ്പോൾ ട്രയാങ്കിൾ ആസ് 1 കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലുള്ള സ്മോൾ ട്രയാങ്കിൾ, റെഡ് ആയാലും വൈറ്റ് ആയാലും, റെഡോ വൈറ്റോ ഒന്നും ഇപ്പോൾ ചോദിക്കണില്ല, അതിൽ പറയുന്നത് ഏരിയ ഓഫ് ഈ ചെറിയ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിൽ 4 ചെറിയ ട്രയാങ്കിളുകളാണ് ഉള്ളത്. മൊത്തത്തിലുള്ള ഏരിയ 1 ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറുതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആയിരിക്കും. കാരണം മൊത്തം 4ആണ്, 4/4 ആണ് 1 ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രയാങ്കിളിന് 1/4 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. അവർ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് തന്നെ എഴുതിയാൽ മതി, 1/സ്ക്വയർ യൂണിറ്റ്. ഇൻ ഫിഗർ 2 ഈസ് 1/4 × 4 ഈക്വൽസ് 1/16 സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ മൊത്തം അതിനകത്ത് 1/16 ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ 1/16 ആയിരിക്കും സെക്കൻഡ് ഫിഗറിൽ. തേർഡ് ഫിഗറിൽ 1/16 × 4 1/64 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. റെഡിൻ്റെ മാത്രമാണെങ്കിൽ ആദ്യത്തെ പിക്ചറിൽ 3/4 3 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പിക്ചറിൽ ഇൻ ഫിഗർ 1ൽ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് 3 ആണ്. ഏരിയ ഓഫ് ഈച്ച് റെഡ് ട്രയാങ്കിൾ 1/4 ആണ്. ടോട്ടൽ ഏരിയ ഓഫ് 3 റെഡ് ട്രയാങ്കിൾസ് 3 × 1/4 ആണ്. അപ്പോൾ അതുകൊണ്ട് 3/4 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. ഇൻ ഫിഗർ 2ൽ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് 9 ആണ്. ടോട്ടൽ ഏരിയ ഓഫ് 9 റെഡ് ട്രയാങ്കിൾസ് 9 × 1/16 1/16 ടോട്ടൽ ഉണ്ട്. അതിൽ 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഏരിയ 9/16 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. ഇൻ ഫിഗർ 3ൽ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് 27 ആണ്. ടോട്ടൽ ഏരിയ ഓഫ് 27 റെഡ് ട്രയാങ്കിൾസ് ഈക്വൽസ് 27 × 1/64 സ്ക്വയർ യൂണിറ്റ്. അത് 27/64 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും തേർഡിൽ. നാലാമത്തെ, റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദീസ് 3 sequences obtained by continuing this process. ഇനി ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് എഴുതണം ഓരോന്നിൻ്റെയും. 3 sequences, 3 ടൈപ്സ് ഓഫ് സീക്വൻസസ് ആണ് വരുന്നത്. ഒന്ന്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് എന്നുള്ളത്. രണ്ടാമത്തെ, ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ മൊത്തത്തിൽ ഓരോ സ്മോളിൻ്റെയും ഏരിയ എങ്ങനെയാണ്. മൂന്നാമത്തെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസിൻ്റെ മാത്രം ഏരിയ. അപ്പോൾ ഫസ്റ്റിൽ സീക്വൻസ് 1 എടുക്കുകയാണെങ്കിൽ 3, 9, 27 nth ടേമാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് സീക്വൻസിൽ ഫസ്റ്റിൽ 3 ഫസ്റ്റ് ടേം 3/1, സെക്കൻഡിൽ 3/2 വരുന്നു. തേർഡ് 27 എന്നുള്ളത് 3/3 ആണ്. 3 × 3 × 3 ആണ് 27. അടുത്തത് 3/4 ആയിരിക്കും. nth ടേം എന്ന് പറയുന്നത് 3/n ആണ്. അപ്പോൾ അതുകൊണ്ട് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3/n. സീക്വൻസ് 2ലാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ സീക്വൻസ് 1/4 ഫസ്റ്റ് പിക്ചർ. ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ സീക്വൻസ് ആകുമ്പോൾ 1/4, സെക്കൻഡ് 1/16, തേർഡ് 1/64 ആണ്. അപ്പോൾ 1/4/1 ആണ് ഫസ്റ്റ്. സെക്കൻഡ് 1/4/2 ആണ്. തേർഡ് 1/4/3 ആണ്. അപ്പോൾ 4/3 എന്ന് പറയുമ്പോൾ 4 × 4 × 4 അത് 64.
നെക്സ്റ്റ് 1/4 ആയിരിക്കും. ലാസ്റ്റ് nth ടേം 1/4 ആയിരിക്കും. തേർഡ് സീക്വൻസിൽ 3/4 ആണ്. റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. 3/4, 9/16, 27/64 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം എടുക്കുകയാണെങ്കിൽ 3, 3^2, 3^3, 3^4 അങ്ങനെ 3n കിട്ടും. ഡിനോമിനേറ്റർ ആണെങ്കിൽ 4:1, 4:2, 4:3 അങ്ങനെ 4n കിട്ടും. അപ്പോൾ അത് ബ്രാക്കറ്റിലിടുകയാണെങ്കിൽ 3/4 ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 3/4 ആയിരിക്കും. പീസീസ് ചാനൽ ഫോർ എഡ്യൂക്കേഷനിലെ ക്ലാസ് 10 കേരള ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ അടുത്ത വീഡിയോ കിട്ടുന്നതായിരിക്കും.